അപ്പം ഇന്നത്തെ സ്പെഷ്യൽ ചെമ്മീൻ ചമ്മന്തിയാണ്. അപ്പം ഞാനിതാ മുളക് പൊടി നല്ലോണം ഒന്ന് ചൂടാക്കി എടുത്തിട്ടുണ്ട്. പിന്നെ കുറച്ച് തേങ്ങയും ചെമ്മീനും മാങ്ങയും പിന്നെ ചെറിയുള്ളിയും വെളുത്തുള്ളിയും കറിവേപ്പിലയും. അപ്പം ഇങ്ങനെ മുളക് പൊടി ഇങ്ങനെ ചൂടാക്കിയിട്ട് കുറച്ച് വറുത്തിട്ടെടുത്ത് ചമ്മന്തി ഒടിച്ചാൽ നല്ല ടേസ്റ്റ് ആയിരിക്കും. അപ്പം അങ്ങനെ വറുത്ത മുളക് പൊടിയും കുറച്ച് ഉപ്പെല്ലാം ഇട്ടിട്ട് ഞാനിതാ ചമ്മന്തി നല്ലോണം അരച്ചെടുത്ത് റെഡിയാക്കിയിട്ടുണ്ട്. ഇനി അത് കഴിഞ്ഞ് നമ്മുടെ നത്തൽ നത്തൽ എന്ന് പറയും, പിന്നെ കൊഴുവ എന്നും പറയും. അപ്പം അതിലേക്ക് കുറച്ച് മഞ്ഞൾപ്പൊടിയും മുളക് പൊടിയും ഉപ്പും പിന്നെ ഇഞ്ചി വെളുത്തുള്ളി പേസ്റ്റും കൂടി ചേർത്ത് നല്ലോണം മിക്സ് ചെയ്ത് വെക്കാം. അപ്പം ഞാനിതാ നല്ലോണം മിക്സ് ചെയ്ത് വെച്ചിട്ടുണ്ട്. ഇനി അടുത്ത പരിപാടി എന്താണെന്ന് വെച്ചാൽ നമ്മുടെ കോട്ടപ്പാര. ഇത് നമ്മുടെ സ്വന്തം കോട്ടപ്പാരാണ്. അന്ന് നമ്മൾ കണ്ടിട്ടില്ലേ പ്രകാശേട്ടൻ ഉണ്ടാക്കിയ അവിടുന്ന് തന്നതാണ്. അപ്പം അതിൽ കുറച്ച് മുളക് പൊടിയും ഉപ്പും വെള്ളം ഒഴിച്ചിട്ട് ഞാനിത് വേവിക്കാൻ വെച്ചിട്ടുണ്ട്. അത് അവിടുന്ന് വേവട്ടെ. അപ്പം നമുക്ക് ഇപ്പുറത്തെ സൈഡിൽ നിന്ന് എന്ത് നെത്തൽ പൊരിക്കാം. അപ്പോൾ ഇത് ഞാൻ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ച്, തണുപ്പായതുകൊണ്ട് വെളിച്ചെണ്ണയൊന്നും കിട്ടുന്നില്ല. അപ്പോൾ നെത്തൽ ഫ്രൈ ചെയ്യാൻ വെച്ച്. അപ്പം എൻ്റെ കോട്ടപ്പാര റെഡി ആയിട്ടുണ്ട്. അതിലേക്ക് കുറച്ച് വെളിച്ചെണ്ണയും കറിവേപ്പിലയിട്ട് മിക്സ് ചെയ്യാം. അപ്പം അങ്ങനെ അതും റെഡിയായി, നെത്തലും റെഡിയായി. ഇനി അതിലേക്ക് കുറച്ച് ഉള്ളിയും കറിവേപ്പിലയും ഇട്ടു. അപ്പം അങ്ങനെ ഉച്ചക്കത്തെ ചോറിന് ചോറും പിന്നെ സമ്മന്തിയും പിന്നെ കോട്ടപ്പാലും പിന്നെ നത്തലും. അപ്പം അങ്ങനെ ഇതെല്ലാം കൂട്ടിയിട്ട് ഉച്ചക്കത്തെ ഊണ്. അപ്പോൾ ബൈ ബൈ, അടുത്ത വീഡിയോ ആയിട്ട് വീണ്ടും കാണാം.